ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 4 റിംജിം പാഠ്യപുസ്തകത്തിലെ പാപ്പാ ജബ് ബച്ചേ ഥേ എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. पापा जब बच्चे थे, पापा जब छोटे थे तो उनसे अक्सर पूछा जाता था, बड़े होकर तुम क्या बनना चाहते हो? पापा के पास जवाब हमेशा तैयार होता, मगर उनका जवाब हर बार अलग अलग होता था. അപ്പോൾ പാപ്പ ജബ് ഛോട്ടേ തെ, അച്ഛൻ ചെറുതായിരുന്നപ്പോൾ അദ്ദേഹത്തിനോട് കുറേ ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു. അതും ഓഫൺ, അക്സർ എന്ന് പറഞ്ഞാൽ ഓഫൺ, എല്ലായ്പ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ബഡേ ഹോക്കർ തും ക്യാ ബന്നാ ചാത്തേ ഹോ, വലുതായിട്ട് നീ എന്താകാൻ ആഗ്രഹിക്കുന്നേ എന്നെല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു. പാപ്പയ്ക്ക് പാസ് ജവാബ് ഹമേഷ തയ്യാർ ഹോത്ത, അച്ഛൻ്റെ കയ്യിലാണെങ്കിലും എപ്പോഴും അതിൻ്റെ ഉത്തരം ഉണ്ടാവും. മഗർ ഉൻകാ ജവാബ് ഹർ ബാർ അലഗ് അലഗ് ഹോത്താ താ, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഉത്തരമാണെങ്കിലോ എപ്പോഴും വെവ്വേറെ ആയിരിക്കും. ഒരു പ്രാവശ്യം ഒരാളാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും, വേറൊരു പ്രാവശ്യം വേറൊരാളാകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയും. അലഗ് അലഗ് ഹോത്താ താ, വെവ്വേറെ ആയിരിക്കും ആ ഉത്തരം. शुरू शुरू में पापा चौकीदार बनना चाहते थे. उन्हें यह सोचना बहुत अच्छा लगता था कि जब सारा शहर सोता है चौकीदार जागता है. उन्हें यह सोचना भी अच्छा लगता था कि जब हर कोई सोया हुआ हो वह खूब शोर मचा सकते हैं. उन्हें पक्का यकीन था कि बड़े होकर വഹ ചോക്കിദാർ ഹി ബനേംഗെ. അപ്പോൾ शुरू में സ്റ്റാർട്ടിങ്ങിൽ അച്ഛന് ആരാകാനായിരുന്നു ആഗ്രഹം? ചോക്കിദാർ ബന്നാ ചാത്തേ തെ. ചോക്കിദാർ എന്ന് പറഞ്ഞാൽ ഗാർഡ്, അതായത് വാച്ച്മാൻ. അപ്പോൾ ചോക്കിദാർ ബന്നാ ചാത്തേ തെ. ഉन्हें ये सोचना बहुत अच्छा लगता था कि जब सारा शहर सोता है ചോക്കിദാർ ജാഗ്താ ഹെ. അദ്ദേഹത്തിന് അത് ആഗ്രഹിക്കാൻ ഇഷ്ടമായിരുന്നു ചോക്കിദാർ ആകുന്നത്. കാരണം ചോക്കിദാർ എപ്പോഴും എണീറ്റിരിക്കും. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് രാത്രി സമയങ്ങളിൽ വാച്ച്മാൻ എപ്പോഴും അലേർട്ടായിരിക്കും, എണീറ്റിരിക്കും, ഉറങ്ങാറില്ല. അപ്പോൾ ഉन्हें ये सोचना भी अच्छा लगता था कि जब हर कोई सोया हुआ हो वो खूब शोर मचा सकते हैं. അപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒച്ചയുണ്ടാക്കാനായിട്ട് പറ്റും. ജാഗ്തേ രഹോ ജാഗ്തേ രഹോ എന്നിങ്ങനെ പറയാറുണ്ട് ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള ഈ ചോക്കിദാർ. അവരിങ്ങനെ ഒച്ചത്തിലിങ്ങനെ പറയും, ജാഗ്തേ രഹോ എന്നൊക്കെ വിസിലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോക്കിദാർ ആകാനാണ് ആ സമയത്ത് അച്ഛൻ ആഗ്രഹിച്ചത്. അപ്പോൾ ജബ് ഹർ കോയി സോയാ ഹുവാ ഹോ വ ഖൂബ് ഷോർ മച്ചാ സക്തേ ഹെ. അദ്ദേഹത്തിന് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒച്ചയിടാലോ എന്നൊക്കെ ആ ഒരു മനസ്സിൽ വെച്ചിട്ടായിരുന്നു അച്ഛന് ചോക്കിദാർ ആകാൻ ആഗ്രഹം തോന്നിയത്. ഉन्हें പക്ക യക്കീൻ था कि बड़े होकर वह चौकीदार ही बनेंगे. പക്ക യക്കീൻ, യക്കീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം. അദ്ദേഹത്തിന് തറപ്പിച്ച് വിശ്വാസമുണ്ടായിരുന്നു ചോക്കിദാർ തന്നെയാകും വലുതാകുമ്പോൾ ഞാനൊരു വാച്ച്മാൻ തന്നെയാകും എന്നായിരുന്നു അച്ഛൻ്റെ ആ ഉറപ്പ്. लेकिन एक दिन अपने चटकदार हरे ठेले को लिए आइसक्रीम वाला आ गया. भाई वाह, पापा आइसक्रीम वाला बनेंगे. वह ठेले को लेकर घूम भी सकते हैं और जितना मन चाहे उतनी आइसक्रीम भी खा सकते हैं. അപ്പോൾ ലേക്കിൻ एक दिन अपने चटकदार हरे ठेले को लिए ഐസ്ക്രീം വാല ആ ഗയ. ആ സമയത്ത് ഒരു ദിവസം എന്താണ് ചട്ടക്ദാർ എന്നാണ് നല്ല ചംക്കീല, നല്ല തിളങ്ങുന്ന ഹരേ ഗ്രീനിഷ് കളറിലുള്ള ഒരു ठेला എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉന്തുവണ്ടിയുമായിട്ട് എന്താ ഐസ്ക്രീം വാല ആ ഗയ, ഐസ്ക്രീം വിൽക്കുന്ന ആൾ വന്നു. ഭായ് വാ, പാപ്പ ഐസ്ക്രീം വാല ബനേങ്കെ. അത് കണ്ടതും അച്ഛൻ്റെ ആഗ്രഹം മാറി. ഇനി അച്ഛൻ എന്താ ആഗ്രഹിക്കുന്നത്? ഐസ്ക്രീം വാലയാകണം, ഐസ്ക്രീം വിൽക്കുന്ന ആളാകണം. वह ठेले को लेकर घूम भी सकते हैं और जितना मन चाहे उतनी आइसक्रीम भी खा सकते हैं. എന്തുകൊണ്ടാണ് അത് ആഗ്രഹം തോന്നിയത്? ठेले को लेकर घूम भी सकते हैं. ആ ഉന്തുവണ്ടിയും കൊണ്ട് നടക്കാനും പറ്റും, പിന്നെന്താണ് അതുകൊണ്ട് ഉന്ത് തള്ളിക്കൊണ്ട് നടക്കാനും പറ്റും. അതുമാത്രമല്ല മൻ ചാഹെ, മനസ്സ് ആഗ്രഹം പോലെ ഐസ്ക്രീമും കഴിക്കാൻ പറ്റും. അതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. ഇനിയിപ്പോൾ അച്ഛൻ എന്താ ആഗ്രഹം? ഐസ്ക്രീം വാല ബന്നാ ഹെ. पापा ने सोचा मैं एक आइसक्रीम बेचूंगा तो एक खुद खाऊंगा. छोटे बच्चों को तो मैं मुफ्त में आइसक्रीम दिया करूंगा. അച്ഛൻ വിചാരിച്ചു, ഞാൻ ഒരു ഐസ്ക്രീം വിൽക്കും, അതേ സമയത്ത് ഒരു ഐസ്ക്രീം ആ സമയത്ത് കഴിക്കുകയും ചെയ്യും. ചെറിയ കുട്ടികൾക്ക് ഛോട്ടെ ബച്ചോങ്കോ തോ മേ മുഫ്ത് മേ ഐസ്ക്രീം ദിയാ കറുങ്ക. കൊച്ചു കുട്ടികൾക്കാണെങ്കിലോ ഞാൻ ഫ്രീ ആയിട്ട്, മുഫ്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുക്കും.
जब पापा के माता पिता ने यह सुना कि वह आइसक्रीम बेचने वाला बनना चाहते हैं तो उन्हें बहुत हैरानी हुई। उन्हें यह बात बहुत मज़ेदार लगी और वे खूब हंसे। लेकिन पापा इसी बात पर अड़े रहे कि वह यही काम करेंगे। അപ്പോൾ जब पापा के माता पिता ने यह सुना, അച്ഛൻ്റെ അമ്മയച്ഛൻ ഇത് കേട്ടപ്പോൾ कि वह ഐസ്ക്രീം बेचने वाला बनना चाहते हैं, ഐസ്ക്രീം वाला ആകാനാണ് അച്ഛൻ ആഗ്രഹം എന്ന് അമ്മയച്ഛനും കേട്ടപ്പോൾ तो उन्हें बहुत हैरानी हुई। हैरानी എന്ന് പറഞ്ഞാൽ അതിശയം തോന്നുക। അപ്പം അച്ഛനും അമ്മയ്ക്കും അതിശയം തോന്നിപ്പോയി, ഐസ്ക്രീം वाले ആകണമെന്നാണോ ആഗ്രഹം। उन्हें यह बात बहुत मज़ेदार लगी और वे खूब हंसे। അപ്പോൾ അതെ, അവർക്ക് എന്താണ്, നല്ല ഫണ്ണി ആയിട്ട് തോന്നി। മസേദാർ ലഗ്ന എന്ന് പറഞ്ഞാൽ ഫണ്ണി ആയിട്ട് തോന്നി ഈ ആഗ്രഹം। അപ്പോൾ ഖൂബ് ഹസെ, നല്ലോണം ചിരിച്ചു അമ്മയും അച്ഛനും। ലേക്കിൻ പാപ്പ ഇസി ബാത് പർ അടേ രഹെ, അടേ രഹന എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, ആ വാശിയിൽ, അതായത് ഐസ്ക്രീം വാല തന്നെ ആകണം। ഇസി ബാത് പർ അടേ രഹെ കി വ യഹി കാം കരേംഗെ, ഈ ഐസ്ക്രീം വാല തന്നെ ആകണമെന്ന് അതിൽ തന്നെ അച്ഛൻ ഉറച്ചു നിന്നു। फिर एक दिन रेलवे स्टेशन पर पापा ने एक अजीब आदमी को देखा। यह आदमी इंजनों और डिब्बों से खेल रहा था। लेकिन यह डिब्बे और इंजन खिलौने नहीं बल्कि असली थे। असली। कभी वह प्लेटफॉर्म पर उछल कर आ जाता तो कभी डिब्बों के नीचे चला जाता। वह कोई बहुत अजीब और मज़ेदार खेल खेल रहा था। फिर एक दिन रेलवे स्टेशन पर पापा ने एक अजीब आदमी को देखा। अजीब आदमी അതായത് വിചിത്രമായിട്ടുള്ള ഒരു മനുഷ്യൻ, അതായത് ഒരു കുട്ടിയുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ അച്ഛന് ഒരു വിചിത്രമായിട്ടാണ് കാണപ്പെട്ടത്। ഫിർ എക് ദിൻ റെയിൽവേ സ്റ്റേഷൻ പർ, അതായത് ഒരിക്കൽ അദ്ദേഹം ആരെയാണ് കണ്ടത്, ഒരു വിചിത്രമായിട്ടുള്ള മനുഷ്യനെ കണ്ടു। എവിടെ, റെയിൽവേ സ്റ്റേഷനിൽ। ഈ ആദ്മി ഇഞ്ചിനും ഒരു ഡിബ്ബോം സെ കേൾ രഹാ താ, ഈ മനുഷ്യൻ എന്താണ്, എഞ്ചിൻ, അതായത് റെയിൽവേ ട്രെയിനിൻ്റെ എഞ്ചിനും പിന്നെന്താണ് കൂപ്പയുമായിട്ടൊക്കെ ഇങ്ങനെ കളിക്കുകയാണ്। ലേക്കിൻ ഈ ഡിബ്ബെ ഓർ ഇഞ്ചിൻ ഖിലോനെ നഹി ബൽക്കി അസ്ലി തേ, അസ്ലി। അപ്പോൾ ഇത് വെറും കളിപ്പാട്ടങ്ങളല്ല, ഈ ഡിബ്ബ പിന്നെ എഞ്ചിൻ എന്നൊക്കെ പറയുന്നത്। ഖിലോനെ നഹി, ഖിലോന എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടങ്ങളല്ല ഇത്, ബൽക്കി അസ്ലി തേ, ഒറിജിനലാണ്। അസ്ലി, ഒറിജിനൽ। कभी वह प्लेटफॉर्म पर उछल कर आ जाता तो कभी डिब्बों के नीचे चला जाता। അപ്പോൾ അയാൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ആ പ്ലാറ്റ്ഫോമിൽ ഇടയ്ക്ക് ചാടി വരും, പിന്നെ ഇടയ്ക്ക് എന്താണ് കൂപ്പയുടെ താഴെ കൂടെയൊക്കെ പോവും। नीचे चला जाता। वह कोई बहुत अजीब और मज़ेदार खेल खेल रहा था। അയാളാണെങ്കിലോ ഒരു വിചിത്രമായതും പിന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളിയായിരുന്നു അയാൾ കളിച്ചുകൊണ്ടിരുന്നത്। ആ സമയത്ത് അച്ഛൻ അവിടെ പ്ലാറ്റ്ഫോമിൽ നിന്നും ആ മനുഷ്യനെ ശ്രദ്ധിക്കുകയാണ്। അയാൾ എന്താ ചെയ്യുന്നത്, ആ കൂപ്പയിൽ നിന്നും താഴോട്ടൊക്കെ പോയിട്ട് ട്രെയിനിൻ്റെ കൂപ്പയുടെ താഴെ കൂടെയൊക്കെ പോവുകയാണ്। പിന്നെന്താണ്, എഞ്ചിന് കൊണ്ട് കളിക്കുകയാണ്। എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എഞ്ചിന് യൂസ് ചെയ്യുകയാണ്, അങ്ങനെ പ്ലാറ്റ്ഫോമിൽ ചാടി കയറുകയാണ്। ഇതൊക്കെ കണ്ടപ്പോൾ അച്ഛന് എന്താണ് വിചിത്രമായിട്ടാണ് ആ മനുഷ്യൻ തോന്നിയത്। പാപ്പാനെ പൂച്ചാ യഹ് കോൻ ഹേ, ഉन्हें बताया गया यह शंटिंग करने वाला है। शंटिंग किसे कहते हैं, पापा ने पूछा। जब रेलगाड़ी अपनी यात्रा पूरी कर लेती है तो उसे अगली यात्रा के लिए तैयार करना होता है। रेलगाड़ी की साफ सफाई की जाती है, इंजन को घुमाकर ईंधन पानी भरा जाता है, इसे शंटिंग कहते हैं, पापा को बताया गया। അപ്പോൾ പാപ്പാനെ പൂച്ചാ, അച്ഛൻ ചോദിച്ചു ഇതാരാണ്, യഹ് കോൻ ഹേ। ഉन्हें बताया गया यह ഷണ്ടിങ് करने वाला है, ഇത് ഷണ്ടിങ് ചെയ്യുന്ന ആളാണ് എന്ന് പറയപ്പെട്ടു। അച്ഛനോ അമ്മയോ പറഞ്ഞു കാണും। അപ്പോൾ ഷണ്ടിങ് കിസേ കേത്തെ ഹേ, പാപ്പാനെ പൂച്ച, ഷണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഷണ്ടിങ് കിസേ കേത്തെ, ഷണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്। जब रेलगाड़ी अपनी यात्रा पूरी कर लेती है तो उसे अगली यात्रा के लिए तैयार करना होता है। അപ്പോൾ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് തൻ്റെ ഒരു യാത്ര കംപ്ലീറ്റ് ആവുമ്പോൾ അതിന് ശേഷം അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് ചെയ്യേണ്ടതുണ്ട് ട്രെയിനിന്। അപ്പോൾ रेलगाड़ी की साफ सफाई की जाती है, इंजन को घुमाकर ईंधन पानी भरा जाता है, इसे शंटिंग कहते हैं। അപ്പോൾ റെയിൽഗാഡി എന്താ ആ സമയത്ത് ചെയ്യേണ്ടിയിരിക്കുന്നത്, നല്ലോണം ക്ലീൻ ചെയ്യണം, അതിനുശേഷം ഇഞ്ചൻ കൊ ഘുമാക്കർ, ഇഞ്ചൻ തിരിച്ചിടണം, എന്നിട്ട് അതിൽ ഇന്ധൻ പാനി, അതിനാവശ്യമുള്ള ഡീസലും വെള്ളവും ഒക്കെ നിറയ്ക്കണം। ഇസെ ഷണ്ടിങ് കേത്തെ, ഇതിനെയാണ് ഷണ്ടിങ് എന്ന് പറയുന്നത്। പാപ്പാക്കോ ബത്തായ ഗയ, അങ്ങനെ ആരോ അച്ഛന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു ഈ ഷണ്ടിങ് എന്താണെന്ന്। ബസ് പാപ്പാക്കോ പതാ ചൽ ഗയാ कि वह क्या बनेंगे।
वो तो रेलगाड़ी के डिब्बों की शंटिंग करेंगे। इससे भी ज़्यादा मज़ेदार और क्या हो सकता है? जाहिर है कि कुछ भी नहीं। जब पापा ने कहा कि वह शंटिंग करने वाला बनेंगे तो किसी ने उनसे पूछा, मगर तुम तो कहते थे कि तुम आइसक्रीम बेचने का काम करोगे। अब आइसक्रीम बेचने के काम का क्या होगा? बस പാപ്പാ को पता चल गया कि वह क्या बनेंगे. ഇനിയിപ്പോൾ അച്ഛന് മനസ്സിലായി അച്ഛൻ ഇനി എന്താകണം. वो तो रेलगाड़ी के डिब्बों की ഷണ്ടിങ് करेंगे. ഇനി റെയിൽഗാഡിയുടെ അതായത് ട്രെയിനിൻ്റെ എന്താണ് കൂപ്പയുടെ എന്താണ് ഷണ്ടിങ് ചെയ്യണം എന്നാണ് ഇപ്പം അതിന് അച്ഛൻ്റെ ആഗ്രഹം. इससे भी ज़्यादा मज़ेदार और क्या हो सकता है? ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ എന്താ ഉള്ളത്? जाहिर है कि कुछ भी नहीं. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇനി ഒന്നുമില്ല. जब पापा ने कहा कि वह शंटिंग करने वाला बनेंगे तो किसी ने उनसे पूछा, मगर तुम तो कहते थे कि तुम आइसक्रीम बेचने का काम करोगे. अब आइसक्रीम बेचने के काम का क्या होगा? അപ്പോൾ ആരോ ചോദിച്ചു, നീ പറഞ്ഞതല്ലേ ഐസ്ക്രീം വാലയാകണം, ഐസ്ക്രീം വിൽക്കുന്ന ആളാകണം എന്ന്. അപ്പോൾ ഐസ്ക്രീം ബേച്ചനെ കാം ക ക്യാ ഹോഗ, ഇനി ഐസ്ക്രീം വിൽക്കുന്ന ജോലി എന്താകും എന്നിങ്ങനെ ചോദിച്ചു. यह सचमुच समस्या थी. पापा ने शंटिंग करने वाला बनने की सोच ली थी, मगर आइसक्रीम बेचने का चटकदार हरा ठेला भी वह नहीं गंवाना चाहते थे. आखिर उन्होंने रास्ता निकाल लिया. അപ്പോൾ यह सचमुच समस्या थी, ഒരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു, സമസ്യ പ്രോബ്ലം ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. पापा ने शंटिंग करने वाला बनने की सोच ली थी. ഇനിയിപ്പോൾ അച്ഛൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഷണ്ടിങ് വാലയാകണം എന്നായിരുന്നു അച്ഛൻ തീരുമാനിച്ചത്. മഗർ ഐസ്ക്രീം ബേച്ചനെ കാ ചട്ടക്ദാർ ഹറാ ഠേല ബി വ നഹീ ഗവാന ചാഹത്തെ थे. പക്ഷേ ഐസ്ക്രീം വിൽക്കുന്ന ആളുടെ ആ ഠേലയൊക്കെ ഓർത്ത് നോക്കിയപ്പോൾ ആ കളർഫുൾ ആയിട്ടുള്ള ആ തിളങ്ങുന്ന ആ ഗ്രീനിഷ് കളറിലുള്ള എന്താണ് ആ ഠേല ഓർത്ത് നോക്കിയപ്പോൾ ആ ഒരു ചാൻസും വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിരുന്നു. ഗവാന നഹി ചാഹത്തെ थे. അതും വിട്ടുകൊടുക്കാൻ, ആ ചാൻസ് വിട്ടുകൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ആഖിർ ഉन्होंने रास्ता निकाल लिया. അറ്റ് ലാസ്റ്റ് അച്ഛൻ എന്താണ് അതിനുള്ള വഴിയും കണ്ടുപിടിച്ചു. पापा ने जवाब दिया, मैं शंटिंग करने वाला और आइसक्रीम बेचने वाला दोनों बनूंगा. അപ്പം അച്ഛൻ എന്താ ആൻസർ കൊടുത്തത്? ഞാൻ ഷണ്ടിങ് വാലയും ആകും പിന്നെ ഐസ്ക്രീം വിൽക്കുന്ന ആളും രണ്ടും ആവും. सबको बहुत अचंभा हुआ. उन्होंने पूछा, तुम दोनों काम एक साथ कैसे करोगे? അപ്പോൾ सबको बहुत അച്ചംഭ हुआ. അച്ചംഭ എന്ന് പറഞ്ഞാൽ അതിശയം തോന്നിപ്പോയി, ഹെറാൻ ഹോ ഗയ, അവർക്ക് അതിശയം തോന്നിപ്പോയി. അവർ ചോദിച്ചു, നീ രണ്ട് ജോലിയും എങ്ങനെ ചെയ്യും? पापा ने कहा, इसमें क्या मुश्किल है? आइसक्रीम मैं सुबह बेचा करूँगा, कुछ देर आइसक्रीम बेचने के बाद मैं स्टेशन चला जाया करूँगा. वहाँ मैं कुछ डिब्बों की शंटिंग करूँगा और फिर जाकर कुछ आइसक्रीम और बेच आऊँगा. इसके बाद मैं फिर स्टेशन चला जाऊँगा, कुछ डिब्बों की शंटिंग कर लूँगा, इसके बाद जाकर फिर कुछ आइसक्रीम और बेच लूँगा. इसमें ज़्यादा मुश्किल नहीं होगी, क्योंकि अपना ठेला मैं स्टेशन के पास ही खड़ा करूँगा और इसलिए गाड़ियों के लिए मुझे ज़्यादा दूर नहीं जाना पड़ेगा. पापा ने कहा, इसमें क्या मुश्किल है? അച്ഛൻ പറഞ്ഞു, ഇതിലെന്താ അത്ര കഷ്ടപ്പാടുള്ളത്? आइसक्रीम मैं सुबह बेचा करूँगा, कुछ देर आइसक्रीम बेचने के बाद मैं स्टेशन चला जाया करूँगा. ഐസ്ക്രീം ഞാൻ രാവിലെ വിൽക്കും, അതിന് ശേഷം ഐസ്ക്രീം വിറ്റതിന് ശേഷം ഞാൻ സ്റ്റേഷനിലോട്ട് പോകും. അവിടെ നിന്ന്, അതായത് വഹാ മേ കുച്ച് ഡിബ്ബോं की शंटिंग करूँगा, അവിടെ നിന്ന് ഞാൻ കുറച്ച് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഷണ്ടിങ് ഒക്കെ ചെയ്തതിന് ശേഷം फिर जाकर कुछ आइसक्रीम और बेच आऊँगा. ഇനി അവിടെ പോയിട്ട് വീണ്ടും ഐസ്ക്രീം ഞാൻ വിൽക്കും. इसके बाद मैं फिर स्टेशन चला जाऊँगा, അതിന് ശേഷം വീണ്ടും സ്റ്റേഷനിൽ പോവും. പിന്നെ വീണ്ടും ഞാൻ कुछ डिब्बों की शंटिंग कर लूँगा, വീണ്ടും കുറച്ച് കമ്പാർട്ട്മെൻറ്റിലെ ഷണ്ടിങ് ഒക്കെ ചെയ്ത് इसके बाद जाकर फिर कुछ आइसक्रीम और बेच लूँगा, അതിന് ശേഷം വീണ്ടും ഞാൻ ഐസ്ക്രീം വിൽക്കും. इसमें ज़्यादा मुश्किल नहीं होगी. അതിലത്ര കഷ്ടപ്പാടൊന്നും ഉണ്ടാവത്തില്ല, അത്ര പ്രയാസം ഉണ്ടാവത്തില്ല. क्योंकि अपना ठेला मैं स्टेशन के पास ही खड़ा करूँगा. എന്തുകൊണ്ടാ? കാരണം ഞാൻ എന്താ ചെയ്യുക, ആ ठेला ആ വണ്ടി ഞാൻ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നിർത്തും. और इसलिए गाड़ियों के लिए मुझे ज़्यादा दूर नहीं जाना पड़ेगा. അപ്പോൾ ആ വണ്ടിക്ക് വേണ്ടിയിട്ട്, അതായത് റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിന് വേണ്ടിയിട്ട് എനിക്ക്
എന്താണ് അവിടെ ഇവിടെയും കൂടുതൽ ദൂരം പോകേണ്ടതായിട്ട് വരത്തില്ല. കാരണം ഞാൻ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ആ ഐസ്ക്രീമിൻ്റെ ठेല വയ്ക്കും. सब लोग फिर हंस पड़े. पापा गुस्से में आकर बोले, अगर तुम मेरी हंसी उड़ाओगे तो मैं साथ में चौकीदार भी बन जाऊंगा. आखिर रात में करने के लिए होता ही क्या है. അപ്പോൾ സബ് ലുക്ക് ഫിർ ഹസ് പടേ, എല്ലാവരും ഇത് കേട്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും ചിരി വന്നു പോയി. എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. പാപ്പ ഗുസ്സെമയാക്കർ പോലെ, അച്ഛന് ദേഷ്യം വന്നിട്ട് അച്ഛൻ പറഞ്ഞു, അഗർ തും മേരി ഹസി ഉടാവുകയെ, ഇനി നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചാൽ തുമ്മെ സാത്ത് മേ ചോക്കിദാർ ബി ബൻ ജാവുങ്ക, ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ചോക്കിദാറും ഞാൻ വാച്ച്മാനും ആകും. ആഖിർ രാത് മേ കർനെ കെ ലിയെ ഹോത്താ ഹി ക്യാ ഹേ, രാത്രി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടേ, രാത്രി വേറെ എന്താ പണിയുള്ളത്, അതുകൊണ്ട് ഞാൻ ചോക്കിദാറുമാകും നിങ്ങൾ കളിയാക്കുകയാണെങ്കിൽ. सभी कुछ तय हो गया, लेकिन एक दिन पापा को वायुयान चालक बनने की सूझी. इसके बाद उन्होंने अभिनेता बनने की सोची. इसके अलावा वह जहाजी भी बनना चाहते थे. कम से कम वह चरवाहा बनकर लाठी हिलाते हुए गायों के पीछे घूमते हुए अपने दिन बिताना तो चाहते ही थे. സഭി കുച്ച് തൈ ഹോ ഗയ, അപ്പം എല്ലാം എന്താണ് തീരുമാനിക്കപ്പെട്ടു. തൈ ഹോന എന്ന് പറഞ്ഞാൽ തീരുമാനിക്കപ്പെട്ടു. ലേക്കിൻ ഏക് ദിൻ പാപ്പാക്കോ വായാൻ ചാലക് ബന്നേക്ക് സൂചി. വായാൻ ചാലക് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റ് ആകണമെന്ന് തോന്നി തുടങ്ങി. ഇസ്കെ ബാദ് ഉन्होंने അഭിനേത ബന്നേക്ക് സോച്ചി. പിന്നീട് അദ്ദേഹത്തിന് എന്താ ആഗ്രഹം തോന്നിയത്, അഭിനേത, ആക്ടർ ആവണം എന്ന് ആഗ്രഹം തോന്നി. അതല്ലാതെ ഇസ്കെ അലാവ വസ് ജഹാസി ബി ബന്ന ചാത്തേ थे. അതുകൂടാതെ അച്ഛൻ ആരാണ് ആഗ്രഹിച്ചത്, കപ്പിത്താൻ, ജഹാസി ബി ബന്ന ചാത്തേ थे, കപ്പൽ ഓടിക്കുന്ന ആളാകണം എന്നും ആഗ്രഹിച്ചു. കം സെ കം വ ചർവാഹ ബൻകർ ലാഠി ഹിലാത്തെ ഹുവേ ഗായോं के पीछे घूमते हुए अपने दिन बिताना तो चाहते ही थे. അതുമാത്രമല്ല, ഇതും കുറവൊന്നുമല്ല, ചർവാഹ അതായത് പശുക്കളെ മേയ്ക്കുന്ന ആൾ. അതും പശുക്കളെ മേയ്ക്കുന്ന ആൾക്ക് ഈ വടിയൊക്കെ ഇങ്ങനെ ചുരുട്ടി, ലാഠി ഹിലാത്തെ ഹുവേ വടിയൊക്കെ ഇങ്ങനെ കാണിച്ച് പശുക്കളെ മേയ്ക്കാനും പറ്റും. ഗായോं के पीछे घूमते हुए പശുക്കളുടെ പിറകിൽ ഇങ്ങനെ ഓടാൻ, അതായത് അതും അച്ഛൻ ആഗ്രഹിച്ചു. അപ്നെ ദിൻ ബിതാന തോ ചാത്തേ ഹി തേ, അങ്ങനെയും ദിവസങ്ങൾ എടുക്കണം എന്ന് അച്ഛൻ ആഗ്രഹിച്ചു. ഒരു ചർവാഹ ആയിട്ട് ജീവിതം നയിക്കണമെന്നും അച്ഛൻ ആഗ്രഹിച്ചു. अंत में एक दिन उन्होंने तय किया कि वह असल में जो बनना चाहते हैं वह है कुत्ता. उस दिन वह दिन भर चारों हाथ पैरों पर इधर उधर भागते हुए अजनबियों पर भौंकते रहे. एक बूढ़ी महिला ने उनके सिर को सहलाना चाहा तो पापा ने उन्हें काटने की कोशिश तक की. पापा ने भौंकना तो बड़ी अच्छी तरह से सीख लिया, लेकिन बहुत कोशिश करने पर भी वह अपने पैर से कान के पीछे खुजाना नहीं सीख पाए. उन्होंने सोचा कि अगर वह बाहर जाकर अपने पालतू कुत्ते के साथ बैठ जाएं तो शायद वह कान के पीछे खुजाना ज़्यादा जल्दी सीख जाएंगे. पापा कुत्ते के पास जाकर बैठ गए. उसी वक्त एक अजनबी फौजी अफसर उधर से निकला. वह खड़ा होकर पापा को देखने लगा. वह उन्हें कुछ देर तक देखता रहा और फिर उसने पूछा, ये तुम क्या कर रहे हो? അപ്പോൾ अंत में एक ദിവസം उन्होंने तय किया कि वह असल में जो बनना चाहते हैं वह है कुत्ता. അപ്പോൾ അറ്റ് ലാസ്റ്റ് അദ്ദേഹം എന്താണ് തീരുമാനിച്ചത്, അസൽ മേ ജോ ബന്ന ചാത്തെ, ശരിക്കും അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്, ഒരു പട്ടിക്കുട്ടിയാകാനാണ് ആഗ്രഹിക്കുന്നത്. ഉസ് ദിൻ വ ദിൻ ഭർ ചാരോं हाथ पैरों पर इधर उधर भागते हुए अजनबियों पर भौंकते रहे. അപ്പോൾ 4 കാലിലും, അതായത് 2 കൈകളും 2 കാലുകളും, അതായത് ഹാത്ത് പേരോം പർ, 2 കാലുകളും കൈകളും ഉപയോഗിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഓടിയിട്ട് അജ്നബിയോം പർ ഭോങ്ക്തേ രഹേ, അജ്നബി സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ കുരയ്ക്കുന്ന പോലെ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അച്ഛൻ. एक बूढ़ी महिला ने उनके सिर को सहलाना चाहा तो पापा ने उन्हें काटने की कोशिश तक की. അപ്പോൾ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ അദ്ദേഹത്തിന് ഇങ്ങനെ തടവാനായിട്ട് ശ്രമിച്ചപ്പോൾ, സെഹലാന എന്ന് പറഞ്ഞാൽ തടവുക, തലയിൽ ഇങ്ങനെ തടവാനായിട്ട് ശ്രമിച്ചപ്പോൾ അച്ഛന് കടിക്കാനായിട്ട് വരെ ശ്രമിച്ചു, കടിക്കുന്നത് പോലെ ആക്ടിങ് ചെയ്തു. കാട്ടനെ കി കോശിഷ് തക്കി ശ്രമിച്ചു. പാപ്പാനെ
भौंकना तो बड़ी अच्छी तरह से सीख लिया, लेकिन बहुत कोशिश करने पर भी वह अपने पैर से कान के पीछे खुजाना नहीं सीख पाया. അപ്പോൾ പട്ടികളൊക്കെ ഇങ്ങനെ കാലുകൾ കൊണ്ട് ഇങ്ങനെ ചെവിയുടെ പിറകിൽ ഇങ്ങനെ എന്താണ് ചൊറിയുന്നത് പോലെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് അച്ഛന് പറ്റിയില്ല. പാപ്പാനെ ഭോക്ന तो बड़ी अच्छी तरह सीख लिया. കുരയ്ക്കുന്നത് അച്ഛൻ വേഗം പഠിച്ചെടുത്തു. പക്ഷേ ഇങ്ങനെ ചെവിയുടെ പിറകിൽ ഇങ്ങനെ ചൊറിയാനായിട്ട് അച്ഛന് പറ്റുന്നില്ലായിരുന്നു, പട്ടികളൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ उन्होंने सोचा कि अगर वह बाहर जाकर अपने पालतू कुत्ते के साथ बैठ जाएं तो शायद वह कान के पीछे खुजाना ज़्यादा जल्दी सीख जाएंगे. അപ്പം അച്ഛൻ എന്താ തീരുമാനിച്ചത്? പാൽത്തു കുത്ത, അതായത് അവരുടെ ഒരു വളർത്തുപട്ടി അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ. ആ വളർത്തുപട്ടിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വേഗം അത് പഠിച്ചെടുക്കാൻ പറ്റും. ഈ ചെവിയുടെ പിറകിൽ എങ്ങനെയാണ് പട്ടി ചൊറിയുന്നതെന്നൊക്കെ എനിക്ക് വേഗം പഠിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ അച്ഛൻ തീരുമാനിച്ചു. പാപ്പ കുത്തിക്ക് പാസ് ജാക്കർ ബാറ്റ് ഗയ. അങ്ങനെ അച്ഛൻ പട്ടിക്കുട്ടിയുടെ അടുത്ത് പോയിരുന്നു. ഉസി വക്ത് एक अजनबी फौजी अफसर उधर से निकला. അതേ സമയത്ത് ഉസി വക്ത് एक अजनबी, ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഫൗജി അഫ്സർ, അറിയാത്ത ഒരാൾ, ഫൗജി അഫ്സർ അതായത് ഒരു മിലിറ്ററി മാൻ അതിലൂടെ പോകുന്നുണ്ടായിരുന്നു. വ ഖടാ ഹോക്കർ പാപ്പാക്കു ദേഖ്നെ ലഗ. അവിടെ നിന്ന് അച്ഛനെ നോക്കാൻ തുടങ്ങി അയാൾ. वह उन्हें कुछ देर तक देखता रहा और फिर उसने पूछा ये तुम क्या कर रहे हो. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അയാൾ ചോദിച്ചു അച്ഛനോട്, നീ ഇതെന്താ ചെയ്യുന്നേ? पापा ने जवाब दिया, मैं कुत्ता बनना सीख रहा हूँ. तब फौजी ने पूछा, तुम कुत्ता बनना क्यों चाहते हो? पापा ने कहा, क्योंकि मैं काफ़ी दिन तक इंसान बनकर रह चुका हूँ. अफसर ने कहा, बात तो सही है, पर क्या तुम जानते भी हो कि इंसान किसे कहते हैं? पापा ने पूछा, मुझे तो नहीं पता, आप ही बता दीजिए. अफसर ने कहा, इसके बारे में तुम अपने आप सोचो. अफसर वहाँ से चला गया. वह न तो हंसा और न मुस्कुराया. പാപ്പ ने ജവാബ് ദിയ, मैं കുത്ത ബന്ന സീഖ് രഹാ ഹൂം. അപ്പോൾ അച്ഛൻ എന്താ ആൻസർ കൊടുത്തത്? ഞാൻ ഒരു പട്ടിയാകാനാണ് പഠിക്കുന്നത്, പട്ടിയാകാനായിട്ട് ശ്രമിക്കുകയാണ്. കുത്ത ബന്ന സീഖ് രഹാ ഹൂം, ഇങ്ങനെയാണ് പട്ടിയാകേണ്ടതെന്ന് പഠിക്കുകയാണ്. തബ് ഫൗജിനെ പൂച്ച, ആ മിലിറ്ററി മാൻ ചോദിച്ചു, തും കുത്ത ബന്ന ക്യൂ ചാത്തേ ഹോ, നിനക്ക് എന്തുകൊണ്ടാണ് പട്ടിയാകാൻ ആഗ്രഹിക്കുന്നത്? നീ എന്തുകൊണ്ടാണ് പട്ടിയാകാൻ ആഗ്രഹിക്കുന്നത്? പാപ്പാനെ കഹ, ക്യൂങ്കി मैं काफ़ी दिन तक इंसान बनकर रह चुका हूँ. ഞാൻ കുറേ കാലമായിട്ട് മനുഷ്യനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്കൊരു പട്ടിയായിട്ട് മാറണമെന്ന് ആഗ്രഹം. അഫ്സറിനെ കഹ, बात तो सही है, पर क्या तुम जानते भी हो कि इंसान किसे कहते हैं? ആ ശരിയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ നിനക്കറിയോ മനുഷ്യരെന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരെ പറ്റി നിനക്ക് എന്തറിയാം? പാപ്പാനെ പൂച്ച, മുझे तो नहीं पता, आप ही बता दीजिए. എനിക്കറിയില്ല, താങ്കൾ തന്നെ പറഞ്ഞാലും. अफसर ने कहा, इसके बारे में तुम अपने आप सोचो. അതിന് നീ തന്നെത്താനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, നീ തന്നെത്താനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അഫ്സർ വഹാസെ ചലാകെ. അങ്ങനെ പറഞ്ഞ് ആ മിലിറ്ററി മാൻ അവിടെ നിന്ന് പോയി. വഹ്ന തോ ഹസ ഓർ ന മുസ്കുറായ. അയാൾ ചിരിച്ചതുമില്ല, കളിയാക്കിയതുമില്ല, ചിരിച്ചതുമില്ല. പാപ്പ സോച്ചനെ ലഗേ. വോ സോച്ച്തേ ഹി രഹേ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. अफसर ने उन्हें कोई बात भी नहीं समझाई थी, पर अचानक ही यह बात पापा की समझ में आ गई कि वह रोज़ अपना इरादा नहीं बदल सकते. अगली बार जब उनसे यही सवाल पूछा गया तो उन्हें अफसर की याद आ गई और उन्होंने कहा, मैं इंसान बनना चाहता हूँ. इस बार कोई भी नहीं हंसा और पापा समझ गए कि यही सबसे अच्छा जवाब है. आज भी वह यही समझते हैं. पहली बात तो यही है कि हमें अच्छा इंसान बनना चाहिए. अफसर ने उन्हें कोई बात भी नहीं समझाई थी, पर अचानक ही यह बात पापा की समझ में आ गई कि वह रोज़ अपना इरादा नहीं बदल सकते. അപ്പോൾ അഫ്സർ ആണെങ്കിലോ ആ മിലിറ്ററി മാൻ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കിയില്ല, കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയില്ല, സ്വന്തമായിട്ട് ആലോചിക്കാനാണ് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ പക്ഷേ എങ്കിലും അച്ചാനക് ഹി യ ബാത് പാപ്പാക്കി സമജ് മേ ആ ഗയി. അച്ചാനക് പെട്ടെന്ന് അച്ഛന് മനസ്സിലാവാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ. റോസ് അപ്ന ഇറാദ നഹി ബദൽ സക്തേ. എല്ലാ ദിവസവും അവരവരുടെ ഇറാദ ചെയ്യാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ എയിം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് അച്ഛന് തോന്നി തുടങ്ങി.
अगली बार जब उनसे यही सवाल पूछा गया तो उन्हें अफसर की याद आ गई. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഇനി എന്താണ് ആകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആളുകൾ ചോദിച്ചപ്പോൾ അച്ഛന് അഫ്സറിൻ്റെ, അതായത് ആ മിലിറ്ററി ഓഫീസറുടെ കാര്യങ്ങൾ ഓർമ്മ വന്നു. और उन्होंने कहा मैं ഇൻസാൻ ബന്നാ ചാത്ത. അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് എന്താണ്, എനിക്കൊരു മനുഷ്യനായാൽ മതി, ഞാൻ മനുഷ്യനാകാനാണ് ആഗ്രഹിക്കുന്നത്. इस बार कोई भी नहीं हंसा और पापा समझ गए कि यही सबसे अच्छा जवाब है. ഇപ്രാവശ്യം ആരും കളിയാക്കി ചിരിച്ചില്ല. അപ്പോൾ അച്ഛന് മനസ്സിലായി, അപ്പോൾ ഈ ഉത്തരം തന്നെയാണ് ശരി. സബ്സെ അച്ഛ ജവാബ്, ഏറ്റവും നല്ല ഉത്തരം ഇത് തന്നെയാണ്, മനുഷ്യനാകണം എന്ന ഉത്തരം. आज भी वह यही समझते हैं. ഇപ്പോഴും അച്ഛൻ അറിയാം ആ ഉത്തരമാണ് ശരി. पहली बात तो यही है कि हमें अच्छा इंसान बनना चाहिए. അപ്പോൾ ആദ്യത്തെ കാര്യം, അതായത് ആരായാലും, അതായത് ജോലിയിൽ ഞങ്ങൾ എന്താകുകയാണെങ്കിൽ പോലും ഒരു നല്ല മനുഷ്യനാണ് ആദ്യം ആകേണ്ടത്. അപ്പോൾ പഹലി ബാത്ത് तो यही, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഹമേ അച്ഛാ ഇൻസാൻ ബന്നാ ചാഹിയെ, ഞങ്ങൾക്ക് ഒരു നല്ല മനുഷ്യനാണ് ആദ്യം ആകേണ്ടത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്